പോകുന്നതിനായിട്ട് സ്തോത്രം. വിശ്വാസത്തെ കർത്താവെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന വചനമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസം ഒത്തിരി കുറവുള്ളവരെ കർത്താവെ, എന്നാൽ കർത്താവ് അത് ഏറ്റവും വർദ്ധിക്കുന്ന രീതിയിൽ കർത്താവെ നാക്കി തീർക്കണമേ. താങ്ക് യു ലോർഡ് ജീസസ്. ഈശ്വരത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വാക്യം കർത്താവ് എന്നെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഓർപ്പിച്ചെന്ന് ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 എന്റെ മനസ്സിൽ വന്നത്. അത് കഴിഞ്ഞപ്പം അത് മനസ്സിലായി അത് ഹബക്കൂക്കിൽ നിന്നാണ് ആ വചനം തുടങ്ങുന്നതെന്ന്. അവിടെ ഹബക്കൂക്കിലെ വചനം, അതായത് ദൈവവചനത്തിൽ 4 പ്രാവശ്യം ഒരേപോലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്യമാണ് ഞാൻ വായിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണും ഏതാണ്. ഹബക്കൂക്ക് 2:4. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്നുള്ള വാക്യം 4 പ്രാവശ്യം ബൈബിളില് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹബക്കൂക്കിൽ പറഞ്ഞ കാര്യം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം എടുത്തു പറഞ്ഞു. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അതിന്റെ ഓരോ വാക്കും വളരെ പ്രധാനമാണ്. നമുക്കറിയാം ഈ ഓരോ കോണ്ടെക്സ്റ്റിലും ദൈവം എങ്ങനെ പറഞ്ഞെന്ന് ആലോചിച്ചപ്പോ എനിക്ക് ഒത്തിരി എന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ദ റൈച്ചസ് ഷൽ ലിവ് ബൈ ഫെയ്ത്ത്. അതായത് നീതിമാൻ എന്ന് പറയുന്ന ആരാ? നീതി പ്രവർത്തിക്കുന്ന ഒരാളാ, അല്ലെ? പക്ഷെ നീതി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ തന്നെ പലപ്പോഴും എനിക്ക് നീതി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അനീതിയാ. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാതെ ഞാൻ പലപ്പോഴും പ്രവർത്തിക്കും. അപ്പം ചിലപ്പോൾ എന്റെ പ്രവൃത്തി എന്റെ നോട്ടത്തിൽ നീതിയായിട്ട് തോന്നും, പക്ഷെ ദൈവത്തിന്റെ നോട്ടത്തിലോ മറ്റുള്ളവരുടെ നോട്ടത്തിലോ നീതി ആയിരിക്കത്തില്ല. അപ്പം നീതിമാൻ എന്ന് പറയണമെങ്കിൽ ആകെപ്പാട് ഒരു വിധത്തിലേ നീതിമാനാകുള്ളൂ. അതായത് ദൈവം നീതീകരിച്ച ഒരാളിനെ പിന്നെ ഒരിക്കലും നീതിമാൻ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവമാണ് നീതീകരിച്ചിരിക്കുന്നത്. ദൈവം എങ്ങനെയാ നീതീകരിക്കുന്നത്? ദൈവം തന്റെ പുത്രന്റെ രക്തം കൊണ്ട്, യേശു കർത്താവിന്റെ രക്തം കൊണ്ട് ഞാൻ കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഞാൻ വിശ്വാസത്താൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നീതിമാനായി. സോ രണ്ടാമത്തെ കാര്യം എന്തോ? നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വിശ്വാസം മാത്രമേ ഉള്ളൂ. അത് യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പം വിശ്വാസത്താലാണ് സ്വീകരിച്ചത്, വേറെ ഒരു പ്രവൃത്തിയാലും അല്ല, വിശ്വാസത്താൽ. അപ്പൊ ആ സേവിങ് ഫെയ്ത്ത്, അതേ ഫെയ്ത്ത് തന്നെയാണ് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ വേണ്ടിയത്. അതായത് ഓരോ സമയവും ദൈവത്തിന്റെ ഫൊർഗീവ്നെസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദീർഘക്ഷമയിലുള്ള വിശ്വാസം, തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രൊവിഡൻസിലുള്ള വിശ്വാസം, ഇതാണ് ജീവിപ്പിക്കുന്നത്. ദൈവം എങ്ങനെ കരുതും, ദൈവം എങ്ങനെ പുലർത്തും, ദൈവം തീർച്ചയായിട്ടും നടത്തും എന്നുള്ള വിശ്വാസമാണ് ജീവിച്ചിരിക്കാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസം. ഞാൻ ഈ ഹബക്കൂക്കില് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ: അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും കാര്യത്തില് ഒരു ആള്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാള്, ചിലപ്പോൾ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാള്, ചിലപ്പോൾ അവരുടെ മനസ്സ് ആ സമയത്ത് നേരുള്ളതല്ല എന്ന് തോന്നുന്നതെന്ന് വെച്ച് അവരുടെ കാര്യത്തിലും നമുക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റും. അത് തന്നെ ഈ വാക്യം രണ്ടും കൂടെ അടുപ്പിച്ച പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർക്ക് ഇതെന്ത് രണ്ടും പറഞ്ഞിരിക്കുന്നത്? കാരണം അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. പക്ഷെ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരായിട്ടുള്ള മനസ്സല്ലാതെ ജീവിക്കുവാണെങ്കിൽ, എന്നാൽ നാം യേശു കർത്താവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് അവർക്ക് വേണ്ടി നമുക്കുള്ള പ്രാർത്ഥനയിലും ഇന്റർസെഷനിലും വിശ്വാസത്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചു പോകും, നമ്മൾ മിസറബിൾ ആയി പോകും. നമ്മൾ കർത്താവ് പറയുക, നീ വിഷമിക്കേണ്ട മോളെ, അവന്റെ മനസ്സ് ശരിയല്ലതാ, നേരുള്ളതാണ്, അല്ലെങ്കിൽ പോലും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് മറ്റുള്ളവരുടെ കാര്യത്തിലായിട്ട് എനിക്ക് മനസ്സിലായി. ഇനിയും അടുത്ത ഇതേ വാക്യം പറഞ്ഞിരിക്കുന്നത് റോമറിലാണ്. റോമർ 1:17. റോമർ 1:17 അവിടെയും വളരെ എൻകറേജിങ് ആയിട്ടാ ആ വാക്യം പറഞ്ഞിരിക്കുന്നത്. റോമർ 5:17 16 തൊട്ട് വായിക്കാം. സുവിശേഷത്തെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്.
സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമർ 1:16-17. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നതല്ലോ. അപ്പൊ ഇവിടെ ഗോസ്പലിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ന്യൂസ്, സാൽവേഷൻ, ഫോർ സാൽവേഷൻ, സുവിശേഷം, നല്ല വിശേഷം. നമുക്ക് എപ്പോഴും നല്ല വിശേഷം കേൾക്കാൻ ആഗ്രഹം അല്ലേ? നല്ല വിശേഷം എന്തുവാ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നന്നായിട്ട് വരണം. അപ്പൊ ഇവിടെ ബേസിക്കലി മനുഷ്യന്റെ പാപം പരിഹരിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ട്, സുവിശേഷത്തെ പറ്റി പറഞ്ഞിട്ട്, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ് ആൻഡ് സാൽവേഷൻ. അതായത് ദൈവത്തിന്റെ വലിയൊരു പവറിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ? ഒരിക്കലും കൊള്ളരുതാത്ത ഒരു മനുഷ്യനെ ദൈവശക്തിയാൽ ദൈവം നീതീകരിക്കും. എന്നിട്ട് അതെങ്ങനെയാത്? വിശ്വാസത്താല, വേറെ ഒരു പ്രവൃത്തിയാലുമല്ല. സോ ഇവിടെ സുവിശേഷത്തിനോടനുബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് നോക്കാം. ഗലാത്യർ 3:11. ഇതേ വാക്യം തന്നെ ഗലാത്യ ലേഖനത്തിലും എടുത്തു പറഞ്ഞിരിക്കുക. ഗലാത്യർ 3:11. ഗലാത്യർ 3-ാം അധ്യായം എടുത്താല് അത് മുഴുവനും ആക്ച്വലി അബ്രഹാമിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിനെ പറ്റി ഒത്തിരി ഒത്തിരി നല്ല വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. അത് മുഴുവൻ എനിക്ക് വായിക്കാൻ സമയമില്ലല്ലോ. ഞാൻ എന്നാലും കുറച്ച് വാക്യങ്ങൾ വായിക്കാം. 11 ഈ വാക്യമെങ്കിലും ഒരു 6 തൊട്ട് വായിക്കാം. ഗലാത്യർ 3:6. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് അബ്രഹാം വിശ്വസിച്ച കാര്യമാ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അവിടെ ഒരു നീതി കൊടുത്തു. എങ്ങനെയാ ദൈവത്തിൽ വിശ്വസിച്ചത്? ദൈവത്തിൽ വിശ്വസിച്ചത് എന്താന്ന് നമുക്ക് അബ്രഹാം എന്താ വിശ്വസിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് നോക്കാം. ഞാൻ ഇത്രയും പ്രാവശ്യം ഈ അധ്യായം ഉൽപ്പത്തി 12 ഈ വാക്യങ്ങൾ വായിച്ചെങ്കിൽ ഇന്ന് എനിക്കൊരു പുതിയ ശക്തിയോടെ ദൈവം എനിക്കത് വെളിപ്പെടുത്തി കുറച്ചുകൂടെ തന്നു. ദൈവവചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഇതാണല്ലോ. അതായത് നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളത്. അപ്പം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെയാണ് നമ്മുടെ വിശ്വാസത്തിന് മുമ്പ് നമുക്ക് തടസ്സമായിരിക്കുന്നത്, ആ കാര്യങ്ങളുടെ പുറകെ നമ്മൾ ഇനി പോണ്ട. അതിന് പകരം അത് വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അതായത് നമ്മൾ വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എനിക്ക് അവസാനത്തെ ലൈന് പിന്നെയും എന്നെ ഓർപ്പിച്ചു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഞാനിത് വായിച്ചപ്പം തിരിച്ചിവിടെ വന്ന് നമുക്ക് ഗലാത്യറിലോട്ട് വരാം. ഗലാത്യറിൽ ഇതിനെപ്പറ്റി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഗലാത്യർ 3:6 തൊട്ട് വായിക്കാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. ഓക്കെ, അവിടെ നിർത്താം. അതായത് എങ്ങനെ ഇത് അബ്രഹാമിൽ കൂടി ഇത് 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 സംഭവിച്ചത്? അതായത് അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാമിന് ഒരു മകൻ ഉണ്ടാവത്തില്ല എന്നുള്ള അവസാനത്തെ അറ്റം വരെ 100-ാം വയസ്സ് വരെ വന്നു കഴിഞ്ഞപ്പം അബ്രഹാം വിശ്വസിച്ച് ദൈവം ആ വിശ്വാസത്തെ മാനിച്ചു. അബ്രഹാമിന്റെ മുഴുവൻ ശക്തിയും തീർന്നപ്പോൾ ദൈവം അവനൊരു മകനെ കൊടുത്തു. അബ്രഹാമിന്റെയും സാറായുടെയും ശക്തി തീർന്നു കഴിഞ്ഞപ്പോൾ, ഉത്തരോത്പാദനത്തിനുള്ള ശക്തി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ദൈവം കൊടുത്തു. ഒന്നുമില്ലാത്തടത്തുനിന്ന് ദൈവം ഇസ്ഹാക്കിനെ കൊടുത്തു. ഇസ്ഹാക്ക് വഴി വന്നതാണ് യാക്കോബ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കള്, അവസാനം മശീഹ. ആ മശീഹ വഴി സകല ജാതികളും. ഇതാണ് അബ്രഹാം മുഖാന്തരം ഉണ്ടായ പ്രോമിസ്. ഓക്കെ, സോ ഫൈനലി എന്തുവാ അബ്രഹാമിന് ദൈവം കൊടുത്ത കുറെ പ്രോമിസസിലെ ലാസ്റ്റ് ലൈൻ ഇതായിരുന്നു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അതിന് താഴോട്ട് നമുക്ക് വായിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് അബ്രഹാമിന് മാത്രം ഉള്ളതാണോ? കാരണം അബ്രഹാമിനോടല്ലേ ദൈവം ഇത് പറഞ്ഞത്.
9-ാം വാക്യം. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നുവല്ലോ. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി വെച്ചിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നിലനിൽക്കാത്തവനാണ് ശപിക്കപ്പെട്ടവൻ. നിലനിൽക്കാൻ, അതായത് ന്യായപ്രമാണം അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ കമാൻഡ്മെന്റ്സ് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായിട്ട് ഈ ലോകത്തിൽ അയച്ചു. കാരണം പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നെങ്കിൽ, എന്നാൽ ന്യായപ്രമാണത്തിൽ എന്ന് എഴുതിയിരിക്കുന്നല്ലോ 11-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. പിന്നെയും പറഞ്ഞിരിക്കുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. അപ്പം അബ്രഹാമിന്റെ കൂടെ 9-ാം വാക്യം, വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ, അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം ഏത് നൂറ്റാണ്ടിലും കർത്താവ് നോക്കുന്നത് ഇത് ഒറ്റ കാര്യമാണ്. കർത്താവെ, എനിക്ക് പറ്റത്തില്ല, പക്ഷെ അങ്ങയാൽ എനിക്ക് സാധിക്കും. ഏത് കാര്യമായിക്കൊള്ളട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എബ്രായറിലോട്ട് അവസാനമായിട്ട് വാക്യം പറഞ്ഞത് അവളിലോട്ട് പോകാം. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാർണിംഗ് ആയിട്ടും ദൈവം തന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്തോ കണ്ടത്, അബ്രഹാം വിശ്വസിച്ചപ്പോൾ എന്തു പറ്റി? അബ്രഹാമിന് മകനുണ്ടായി എന്ന് മാത്രമല്ല, അബ്രഹാം വഴി ലോകം മുഴുവൻ അനുഗ്രഹിക്കുക. ആണ് ഞാനും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, യേശുക്രിസ്തു നമുക്ക് വന്നത് അബ്രഹാം വഴി, അബ്രഹാമിന്റെ ആ സന്തതിയിൽ നിന്നാണ് യേശുക്രിസ്തു മശീഹ ഉണ്ടാവും ഉള്ള രീതിയിലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും ആ അനുഗ്രഹം കിട്ടുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും. ഒന്നും കൂടെ ഞാൻ ആ 3 വാക്യം പറഞ്ഞോട്ടെ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വേറെ ഒരു മാർഗവുമില്ല. ആ വിശ്വാസം പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജീവിക്കും. ആരാ ഇങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്നത്? യേശു കർത്താവിന്റെ കാൽവറി ക്രൂശിലെ മരണം നിമിത്തം അത് നീതിയായിട്ട് കണക്കിട്ട ഒരാള്, അത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്കാണ് മാത്രമേ ദൈവം നീതിമാനായിട്ട് കണക്കിടുന്നുള്ളൂ. ആ ആൾക്ക് വിശ്വാസത്താൽ ജീവിക്കുമെന്ന് കർത്താവ് ഇപ്പൊ 3-ാമത്തെ പ്രാവശ്യം ഉറപ്പിച്ചു പറഞ്ഞു. ഇനി നമുക്ക് അവസാന ഭാഗത്തിലോട്ട് പോകാം. എബ്രായർ 10-ാം അധ്യായം. എബ്രായർ 10-ാം അധ്യായത്തിൽ എങ്ങനെയാ പറയുന്നത് നോക്കാം. എബ്രായർ 10 അതിന്റെ 35 തൊട്ട് വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. ഡു നോട്ട് ത്രോ അവേ യുവർ കോൺഫിഡൻസ്. ത്രോ അവേ യുവർ കോൺഫിഡൻസ് വിച്ച് ഹാസ് എ ഗ്രേറ്റ് റിവാർഡ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ താമസം എടുക്കുമ്പോൾ നമ്മുടെ ധൈര്യം പോകും. നമ്മൾ ഇത് നടക്കുമോ എന്ന് ദൈവം ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഇത് നടക്കുമോ എന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിലോട്ട് വരും. ഇവിടെ എബ്രായറിൽ പറയുക, കർത്താവ് നമ്മളോട് 4-ാമത്തെ പ്രാവശ്യം പറയുമ്പോൾ വളരെ എംഫസിസോടെ പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു മറ്റുള്ള ആരെങ്കിലും പ്രൗഡായിട്ട് അഹങ്കരിച്ച് ഇരിക്കുമ്പോൾ അവർ അങ്ങനെ അഹങ്കരിച്ചാലും നീ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ജീവിപ്പിക്കും. അടുത്ത വാക്യത്തിൽ റോമർ 1 പറഞ്ഞത് സുവിശേഷത്തെ പറ്റി പറയുമ്പോൾ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വിശ്വാസത്താലാണ് ഒരാൾ ജീവിക്കുന്നത്. എങ്ങനെയാ? ദൈവത്തിന്റെ നീതി അവന് കണക്കിടുമ്പോൾ എന്ന് റോമർ 1 പറഞ്ഞു. ഗലാത്യറിൽ വന്നപ്പം അബ്രഹാമിന്റെ ദൈവം ചോദിക്കുക നമ്മളോട് ഓരോരുത്തരോടും, നീ എന്നെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചെങ്കിൽ നീ മുഖാന്തരം നിന്റെ അടുത്തുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് കൊടുത്ത അതേ പ്രോമിസ് ഞാൻ നിനക്കും തരുക. നീ അത് വിശ്വസിക്കുമോ? അബ്രഹാം അത് വിശ്വസിച്ചു, അതുകൊണ്ട് അബ്രഹാമിന് നീതിയായിട്ട് കണക്കിട്ടു. നീ അത് വിശ്വസിക്കാമോ എന്ന് കർത്താവ് നമ്മളോട് 3-ാമത്തെ പ്രാവശ്യം അത് പറഞ്ഞിട്ട് ചോദിക്കുക. നീ നിമിത്തം നീ വിചാരിക്കുന്നത് നിനക്ക് ഒത്തിരി കുറവുകളുണ്ട് സത്യം, എന്നാലും നീ എന്റെ മകളാണല്ലോ. നീ പിന്നെയും വിശ്വസിക്കുമ്പോൾ നിനക്ക് നീതിയായിട്ട് കണക്കിടും. നീ ജീവിക്കും. നീ നിമിത്തം വലിയ അനേകര് ജീവിക്കും. അത് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തി. ഇനി എബ്രായർ 11:10 നമുക്ക് അവസാനം വരുമ്പോൾ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ഈ ധൈര്യം തള്ളിക്കളയരുത്. നമ്മളാണ് അത് തള്ളിക്കളയുന്നത്. ഈ ധൈര്യം
നമ്മൾ തള്ളിക്കളയരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാവിലെ നമ്മളെ ഓർപ്പിക്കുക, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദർ ഇസ് നീഡ് ഓഫ് എൻഡ്യൂറൻസ് എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ടു ഗെറ്റ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവം തന്ന പ്രോമിസ് ദൈവം പറയുക, ദൈവം ഒരു കാര്യം, നീ മുഖാന്തരം നിന്റെ പുറകിലോട്ട് വരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളവരെല്ലാം യു വിൽ ബി എ ബ്ലെസ്സിങ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാക്കി കാണാൻ സഹിഷ്ണുത ആവശ്യമാണ്. വാഗ്ദത്തം ദൈവത്തിന്റെ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം, ഇതിന്റെ ഓരോ വേർഡും ഇമ്പോർട്ടന്റാ. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവ ഇഷ്ടം ചെയ്യുമ്പോൾ മാത്രമേ ഈ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവുള്ളൂ. ദൈവം പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. പ്രയാസമുള്ള ഘട്ടങ്ങൾ വരും, പ്രശ്നങ്ങളുള്ള ഘട്ടങ്ങൾ വരും, അത് തീർച്ചയായിട്ടും വരും. കാരണം ദൈവത്തിൽ മുഴുവൻ അത് തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ സമയത്ത് ദൈവേഷ്ടം, ഏറ്റവും വലിയ ദൈവേഷ്ടം ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ പുത്രനെ എനിക്ക് വേണ്ടി അയച്ചെങ്കിൽ എന്തുമാത്രം എന്നെ സ്നേഹിച്ചു. അപ്പൊ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവം എനിക്ക് തിന്മ തരുവോ? ഒരിക്കലുമില്ല. എന്ത് തിന്മയായിട്ട് തോന്നുന്ന കാര്യവും ദൈവം നന്മയ്ക്കായിട്ട് മാത്രമേ കൊണ്ടുവരുള്ളൂ. ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പിന്നെയും പിന്നെയും വരട്ടെ. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം, നമ്മൾ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുകയാണെങ്കിലും വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്. വി നീഡ് എൻഡ്യൂറൻസ്. അടുത്ത 37, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ, അതായത് ദൈവത്തിന്റെ വരും, ദൈവം കാര്യങ്ങൾ ചെയ്യും. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാം, എന്റെ നീതിമാൻ. ദൈവം അത് പേഴ്സണലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുവോ? ഇത്രയും നാളും നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് ആദ്യം പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പറഞ്ഞു, പിന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഇവിടെ വന്നപ്പോ എന്റെ നീതിമാൻ. കർത്താവ് നമ്മളെ അങ്ങ് ഓണപ്പ് ചെയ്യുക. വീണ എന്റെ നീതിമാനാ. കാരണം എന്റെ നീതി അവൾക്കുള്ളത്, അല്ലാതെ അവളുടേതായിട്ടുള്ള നീതി അല്ല. എന്റെ പുത്രൻ ചൊരിഞ്ഞ രക്തം കൊണ്ടുള്ള നീതി. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പക്ഷെ അതിന്റെ അടുത്തുള്ളതാണ് ഏറ്റവും വലിയ വാർണിംഗ്. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അവനിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പറ്റി പറയട്ടെ, അവളിൽ പ്രസാദമില്ല. ദൈവം എന്നെ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുമായിരുന്നു, എന്റെ മോളെ, നീ വിശ്വാസത്താൽ ജീവിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ എന്ന് പറയുമ്പോഴെന്തുവാ? ദൈവം എനിക്ക് ഇന്നത് തരും അല്ലെങ്കിൽ തരത്തില്ല എന്നുള്ളതല്ല. ദൈവത്തിലുള്ള നീ വിശ്വാസം, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ള ആഗ്രഹം, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം, ഏത് പ്രതിസന്ധിയിലും ജയോത്സവമായിട്ട് ദൈവം നടത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം. അതിൽ നിന്ന് ഞാൻ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനും പ്രസാദമില്ല. ആ വാക്യം ആക്ച്വലി വേറെ എങ്ങും ബാക്കിയുള്ള റെഫറൻസസിൽ ഒന്നുമില്ല. അവസാനം കർത്താവ് ഞാൻ ഒരു വിധത്തിൽ പറയട്ടെ, ആണയിട്ട് ഉറപ്പിച്ച ഈ വാക്യം, എന്റെ നീതിമാൻ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ജീവിക്കുന്നു പറയുമ്പം എബ്രായറിലോട്ട് വരുമ്പം, ബട്ട് മൈ റൈച്ചിയസ് വൺ ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് ആൻഡ് ഇഫ് ഹി ഷ്രിങ്ക്സ് ബാക്ക് മൈ സോൾ ഹാസ് നോ പ്ലഷർ ഇൻ ഹിം. കർത്താവിന് ഒരു ലാംഗ്വേജേ ഉള്ളൂ, വിശ്വാസം എന്നുള്ള ലാംഗ്വേജ്. കർത്താവിന് വേറെ ഒരു ലാംഗ്വേജും കർത്താവിന് അറിയത്തില്ല. അവിടെ പറയുക, ഷ്രിങ്ക് ബാക്ക് ചെയ്താൽ ഏത് നിമിഷവും കർത്താവ് പറയുക, സകലവും നന്മയ്ക്കായി. ഇപ്പൊ വന്ന കാര്യം, ഇപ്പൊ വന്ന പനി, ഇപ്പൊ വന്ന ബുദ്ധിമുട്ട്, ഇപ്പൊ വന്ന അസൗകര്യം, മറ്റുള്ളവർ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം വന്നാലും കർത്താവ് പറയുക, ബൈ ഫെയ്ത്ത് ഞാൻ നിനക്ക് നന്മയ്ക്കായിട്ട് വരും. നിനക്ക് ഒരു കുറവും ഉണ്ടാവത്തില്ല. ആരെന്ത് ചെയ്താലും നിനക്ക് കുറവുണ്ടാവത്തില്ല. പറ, ഇഫ് ഹി ഷ്രിങ്ക്സ് ബാക്ക്, തിരിഞ്ഞു പോയാൽ മൈ സോൾ ഹാസ് നോ പ്ലഷർ ഇൻ ഹിം. ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, കർത്താവെ അങ്ങനെ എനിക്ക് വരരുതേ. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, കർത്താവിന് പ്രസാദമില്ലാത്തവര് ആകാൻ എനിക്ക് ഇടയാകരുതേന്ന്. അത് കഴിഞ്ഞ് 39 വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്ര ആകുന്നു. But we are not of those who shrink back to destruction, but of those who have faith to the preserving of the soul. ഒരിക്കലും പിന്മാറാതെ, ഷ്രിങ്ക് ബാക്ക് ചെയ്താൽ നമ്മൾ തന്നെയായിരിക്കും പ്രയാസമുള്ളത്, നമ്മൾ തന്നെയായിരിക്കും വിഷമിക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുമായിരുന്നു. എന്നെ ഓർപ്പിച്ച കാര്യം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുമായിരുന്നു. കർത്താവ് പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ഹബക്കൂക്ക് 2:4
റോമർ 1:17, ഗലാത്യർ 3:11 പറഞ്ഞിട്ട് അവസാനം എബ്രായ ലേഖനത്തിൽ വന്നപ്പോൾ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ. ദൈവം നമ്മളെ ഓണം ചെയ്തെങ്കിൽ നമ്മൾ ഇനി എന്തിനാ വിഷമിക്കുന്നത്? മാത്രമല്ല പറയുക, പിന്മാറിയാൽ എനിക്ക് പ്രസാദമില്ല. കർത്താവിന് പ്രസാദമില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വാഗ്ദത്വവും നിവൃത്തിയാവത്തില്ല. എന്തുവാ ഏറ്റവും വലിയൊരു വാഗ്ദത്തം? അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നമുക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഞാൻ ദൈവേഷ്ടം ചെയ്ത് ദൈവം പറയുന്നത് വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവളായിട്ട് മാറിത്തീരും. അത് മാത്രമല്ല, എന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കും. ദൈവം നമ്മളെ സഹായിക്കും.